മ്യൂച്വൽ ഫണ്ടുകളിൽ 500,000 രൂപ വെച്ച് മാസം തോറും SIP ചെയ്യുന്ന സാധാരണക്കാരായ നിക്ഷേപകരാണോ നിങ്ങൾ? അതോ കോടികൾ നിക്ഷേപിക്കുന്ന വൻകിട ബിസിനസ്സുകാർക്ക് മാത്രം ലഭിക്കുന്ന അതീവ ലാഭകരമായ വിദഗ്ധ നിക്ഷേപ തന്ത്രങ്ങൾ നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ നിക്ഷേപ രീതിയാണ് SIF അഥവാ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. എന്താണ് ഈ SIF എന്നും എന്തുകൊണ്ടാണ് സാധാരണക്കാരായ വലിയ നിക്ഷേപകർ ഇതിലേക്ക് കൂട്ടത്തോടെ ആകർഷിക്കപ്പെടുന്നതെന്നും അറിയാമോ? എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഓഹരി വിപണിയിൽ പ്രധാനമായും 2 തരം നിക്ഷേപകരാണുള്ളത്. ചെറിയ തുകകൾ നിക്ഷേപിക്കുന്ന സാധാരണക്കാരും കോടികൾ നിക്ഷേപിക്കുന്ന വൻകിടക്കാരും. സാധാരണക്കാർ മ്യൂച്വൽ ഫണ്ടുകളെ ആശ്രയിക്കുമ്പോൾ വലിയ പണക്കാർ PMS അഥവാ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളെയോ AF എന്ന വലിയ ഫണ്ടുകളെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ PMSൽ ചേരണമെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയും AFൽ ചേരണമെങ്കിൽ 1 കോടി രൂപയും വേണം. ഇത് സാധാരണക്കാരായ പലർക്കും സാധിക്കില്ല. ഇവിടെയാണ് സെബി പുതിയൊരു നിക്ഷേപ വിപ്ലവം കൊണ്ടുവന്നിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിന്റെ സുരക്ഷിതത്വവും വലിയ ഫണ്ടുകളുടെ ഉയർന്ന ലാഭതന്ത്രങ്ങളും ഒന്നിച്ചു ചേർത്ത് സെബി അവതരിപ്പിച്ച പുതിയ മിഡിൽ ലെയർ കാറ്റഗറിയാണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ SIF. ഇതിൽ നിക്ഷേപിക്കാൻ വലിയ കോടികൾ വേണ്ട, മറിച്ച് 10 ലക്ഷം രൂപയുടെ മിനിമം നിക്ഷേപമുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഇതിന്റെ ഭാഗമാകാം. SIF ഫണ്ടുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ഹൈബ്രിഡ് SIF തന്ത്രങ്ങളാണ്. ഇതിലേക്ക് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ 13,000 കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ നിക്ഷേപകർ ഒഴുക്കിയത്. എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് SIF ഇത്ര വലിയ ഹിറ്റാകാൻ കാരണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഇതിന്റെ ലോങ് ഷോർട്ട് സ്ട്രാറ്റജിയാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്ക് വിപണി മുകളിലേക്ക് കയറുമ്പോൾ മാത്രമേ ലാഭമുണ്ടാക്കാൻ സാധിക്കൂ. എന്നാൽ ഹൈബ്രിഡ് SIFകൾക്ക് വിപണി താഴേക്ക് പതിക്കുമ്പോഴും ഡെറിവേറ്റുകൾ ഉപയോഗിച്ച് ഷോർട്ട് പൊസിഷൻ എടുത്ത് ലാഭമുണ്ടാക്കാൻ സാധിക്കും. അതായത് വിപണിയിലെ തകർച്ചകളിൽ നിന്നും നിങ്ങളുടെ പണത്തെ ഇത് സംരക്ഷിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം നികുതി ലാഭമാണ്. സാധാരണയായി ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നോ കടപ്പത്രങ്ങളിൽ നിന്നോ കിട്ടുന്ന ലാഭത്തിന് നിങ്ങളുടെ വരുമാന നികുതി സ്ലാബ് അനുസരിച്ച് 30% വരെ ടാക്സ് കൊടുക്കണം. എന്നാൽ ഈ ഹൈബ്രിഡ് SIFകൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ നികുതി ആനുകൂല്യമാണ് ലഭിക്കുന്നത്. അതായത് 1 വർഷത്തിന് ശേഷം നിങ്ങൾ പണം പിൻവലിക്കുമ്പോൾ വെറും 12% മാത്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നൽകിയാൽ മതി. ഉയർന്ന നികുതി കൊടുത്ത് മടുത്ത നിക്ഷേപകർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കയ്യിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക ഒരുമിച്ച് നിക്ഷേപിക്കാനുള്ളവർക്കും മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ മികച്ച റിസ്ക് കുറഞ്ഞ ലാഭം ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ഓപ്ഷനാണ് ഹൈബ്രിഡ് SIF. ഒരു പുതിയ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുൻകാല ചരിത്രം കുറവാണ് എന്നത് മാത്രമാണ് ഇതിന്റെ ഒരു പരിമിതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സാമ്പത്തിക അവബോധത്തിന് മാത്രമുള്ളതാണ്. ഞങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല. വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ച ശേഷം മാത്രം അന്തിമ തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഇത്തരം ബിസിനസ് ഫിനാൻസ് വിശകലനങ്ങളുമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 വൈകുന്നേരം 5:45 ഞങ്ങൾ ET മലയാളം ചാനലിൽ ഉണ്ടാകും. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.